ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്നവർ മുജാഹിദുകളിലുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 8-9 കൊല്ലം മുമ്പ് മടവൂരികൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി. 2007 മുതൽക്ക് അത് ശക്തിപ്പെട്ടു. പിന്നീട് അത് ഖുബൂരികൾ ഏറ്റെടുത്തു. അലിമദനി മൊറയൂരും അമ്പലക്കടവ് പൈസയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിടത്തേക്കാണ് KNM പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് എറണാകുളത്ത് വെച്ച് ഇസ്തിഖാമ എന്ന പരിപാടിയിൽ അനസ് മുസ്ലിയാരും മലയും ന്യായീകരിച്ചു. ശിർക്കല്ല, അതിൽ ശിർക്കില്ല, അതിലെവിടെ ശിർക്ക്. പിന്നെ കുറച്ചെങ്ങനെ കഴിഞ്ഞപ്പോ ചേർക്ക് തോന്നിയതിന് ശിർക്കുണ്ട്. ആർക്കാ തോന്നിയത്? മുമ്പ് ശിർക്കില്ല എന്ന് പറഞ്ഞവൽക്കന്നെ. നിങ്ങള് അനസ് മൗലവിയുടെ അമ്പലക്കടവ് പൈസയുടെ അമ്പരപ്പിക്കുന്നുടകൾ എന്ന കേസറ്റ് എടുത്തു നോക്ക്. വ്യക്തമായിട്ട് ഇസ്ലാഹ് മാസിക വായിച്ചിട്ട് പറയാണ് ഇത് ശിർക്കില്ല. അതുപോലെ അദ്ദേഹം തന്നെ വാഴക്കാട് പോയി പ്രസംഗിച്ച് പിളർന്ന് തളർന്ന മടവൂരിസം എടുത്തു നോക്ക്. വ്യക്തമായിട്ട് എവിടെ ശിർക്ക്? ഇതിന് ശിർക്കുണ്ടെന്ന് തെളിയിച്ച മടവൂരികളെ നിങ്ങൾക്കെതിരെ സ്റ്റേജ് കയറൂല എന്നാ പറയുന്നത്. കണ്ടോ? ഇതാണിപ്പോ എനിക്കതിൽ നടപടി എടുക്കാണ്ടായ ഒരു ക്ലിപ്പ്. അതിലെന്തേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ മുമ്പ് ഇങ്ങനെയാ പറഞ്ഞിരുന്നത്, ഇപ്പൊ ചില ആള് മാറ്റി പറയുന്നുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാന്ന് ബോധ്യപ്പെട്ട പിന്നെ എല്ലാവരും അങ്ങനെ അതിനെ പറയാൻ പാടുള്ളൂ. അപ്പൊ AP പറഞ്ഞത് ശരി തന്നെയാ. ഇതൊരു അബ്ദുറഹ്മാൻ സലഫി മദ്ഹബായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പര് ശിർക്കാൻ തരുമ്പോൾ ഇനിയിപ്പോ ഒറ്റ കഴിഞ്ഞ് മൂപ്പർക്ക് തോന്നുകയാണ് ഇലക്ഷനൊക്കെ ക്ലച്ച് പിടിക്കാതെ ഒന്നും ജനറൽ സെക്രട്ടറി ആണെന്നും കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ വീണ്ടും ശിർക്കല്ല എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ മാറ്റി പറയണം. അത് പറ്റുമോ? മുജാഹിദുകൾ ഈ നിലപാട് സ്വീകരിച്ചത് ഇത്രയും കാലം ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് ജബ്ബാർ മൗലവി പറഞ്ഞു ഞാൻ തിരുത്തൂലാൻ. എന്നിട്ട് തിരുത്താണോ കൊടുത്തത്? അതിനെ പറ്റി വേറൊരു കഥ ഉണ്ട്. മൂപ്പര് പറയുന്നുണ്ട് അത് ഏപ്രിൽ വന്നിട്ട് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസം കഴിഞ്ഞിട്ടാ ഇസ്ലാഹിന് തിരിച്ചു വന്നത്. ഇസ്ലാഹിന് തിരിച്ചു വരണമെങ്കിൽ തിരിച്ച് എഴുതിയോല് കൊണ്ടുവന്നേരണ്ടേ? ഞങ്ങൾ തിരുത്താൻ പോയിട്ടില്ലല്ലോ. അമീർ ഒതുക്കിങ്കലാണ് മാനേജർ, അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടണം. ഇവര് തിരുത്താൻ പോയി എന്നല്ല, തിരുത്താൻ പോയാൽ പിന്നെ കൈയളിച്ചുകൊണ്ട് നടന്നു. അവരെഴുതിണ്ടാക്കി അത് തിരുത്തോട്ടല്ലേനും. ഏതായിരുന്നാലും പത്രാധിപരുടെ മറുപടി കേട്ടോളൂ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണം ഉദ്ധരിച്ച് സ്ഥാപിച്ചു അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് ജന്മം കൊണ്ട് ഇസ്ലാം മാസികയിൽ 2007 ഏപ്രിൽ എത്തുന്ന ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അള്ളാഹു എല്ലാത്തിനും വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് എത്തിച്ചേർന്നിരിക്കുന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രവാസ ലേഖനം ഉദ്ധരിക്കുന്നു. എന്നിട്ട് പകൽ വെളിച്ചത്തിൽ നിന്നുള്ള അത് കൊടുത്തു. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. പത്രാധിപരുടെ മറുപടി. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ തത്വമാണ് അന്നും ഇന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജനപ്രദേശത്തും തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്നൊക്കെ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഇപ്പൊ തിരുത്തു കൊടുത്തു എന്നാ പറഞ്ഞത്. തിരുത്തെന്താ കൊടുത്ത്? ശിർക്കാണെന്നാ കൊടുത്ത്? അല്ല, ലേഖകൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മദ്യപിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കാമെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? അപ്പൊ സലാം സല്ലം എഴുതി ശിർക്ക് കള്ളുകുടി പോലെ ഹറാമത്രേ എന്ന് മൂപ്പര്. ശിർക്കല്ല ഹറാമത്രേ. അപ്പൊ ഹറാമാണെന്ന് തിരിച്ച് ശിർക്കാണെന്ന് തിരിച്ചിട്ടില്ല. ആണെങ്കിൽ തന്നെയും അപ്പൊ അത് തിരുത്തല്ല, വിശദീകരണമാണ്, യാതൊരു സംശയമല്ല. പിന്നെ യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന് ചോദിച്ചു കേട്ട അപ്പൊ തന്നെ ശിർക്കാണെന്ന് പറയണമെന്നാണല്ലോ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. എന്നാ സുഹൃത്തുക്കളെ, ഇവിടെ അബ്ദുറഹ്മാൻ സലഫിയുടെ പുതിയൊരു ക്ലിപ്പുകൾ കേട്ടോളി. അത് ഇടക്കിടക്കൊന്ന് നിർത്തി ബയാൻ ചെയ്യേണ്ട ക്ലിപ്പാ. നല്ലോണം കേട്ടോളി. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ
KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം, ഇതിൽ ശിർക്കുണ്ടോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2009 ജബ്ബാറുവിന്റെ ലേഖനം വന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ട് ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം, ഇതിൽ ശിർക്കുണ്ടോ, യാ ഇബാദുള്ള ഐനുനി ശിർക്കുണ്ടോ തിരുത്താൻ പോയിൽ പ്രമുഖനായ ആളാണ് റഹ്മാൻ സലഫി. എന്നിട്ട് ജബ്ബാർ മോനിക്ക് ബോധ്യപ്പെട്ടില്ല. എന്നിട്ട് ഈ ശിർക്കുള്ള ആളെ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തായാലും മൂപ്പർക്ക് ഏതായാലും ബോധ്യപ്പെട്ടുള്ളോ, എന്നാ മൂപ്പരെ മറുപടി കേട്ടോളി. യാ ഇബാദല്ലാ പോയിന്റ് അതാണ്.
എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ-ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ-ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ-ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ-ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ-ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. അപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ചു അല്ലേ? അടുത്ത ലക്കത്തിലാ തിരുത്തി, ശേഷമുള്ള ലക്കം ഇപ്പൊ പറഞ്ഞ 8 മാസം കഴിഞ്ഞിട്ടാ തിരുത്തിയത്. 7-ാം മാസം കിട്ടിയത്. അപ്പോഴല്ലേ തിരുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നടന്നാൽ പറ്റുമോ? തിരുത്തി നമുക്ക് കിട്ടിയ പിറ്റേന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പിറ്റേ ലക്കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിസംബർ ലക്കം ഇറങ്ങിയതിന് ശേഷമാണ് കിട്ടിയത്. അതിലെന്താ ഉള്ളത്? അത് നമ്മളോട് കൊടുക്കുകയും ചെയ്തു. അത് ആ വ്യക്തി തന്നെ തിരുത്തിന്നാണ് അല്ലെ? ജബറുൽ തിരുത്തിയാണോ? അല്ല. പിന്നെ മൂപ്പര് തിരുത്തി. ആ വ്യക്തി എഴുതിയ മാസികയിൽ തന്നെ അതിന്റെ തിരുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കുമ്പസരിച്ചാ തീരൂല, ഒരു പാടുണ്ട്. എഴുതിയ ആള് തന്നെ അതിന് തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുകൂടി ഞാന് പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സ്വഫന്റെ മുകളിൽ. അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, ആ ശബ്ദത്തിനോടായിട്ടാണ്. നിന്റെ അടുക്കൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ ദേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? ആഗിസ്. അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ ആഗിസ് എന്നത് ആരെങ്കിലും ആവാം. ആരാണെങ്കിലും ശരി, ഇരിക്കുവിടുന്ന് വെള്ളം കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്ര ദീർഘമായ ക്ലിപ്പനിട്ട് കേൾപ്പിക്കാൻ കാര്യം എന്താ അറിയോ? നമ്മൾ മുറിച്ചു മാറ്റി എന്നൊന്നും പറയേണ്ട വിചാരിച്ചിട്ടാണ്. വളരെ ക്ലിയർ ആയിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ നിലനിർത്തി പോന്നിരുന്ന ആദർശം അദ്ദേഹം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. അത് തെറ്റാണെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. ഈ ക്ലിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഫുൾ CD തന്നെ വേണമെങ്കിൽ കിട്ടും. അത് വളരെ വ്യക്തമാണ്, യാതൊരു സംശയമല്ല. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത് നമ്മളൊക്കെ തിരുത്തണം. ഇത് അബ്ദുറഹ്മാൻ സലഫിക്ക് മനസ്സിലായ കാലത്ത് അന്നെങ്ങാനും ഞാൻ ഇതിനെതിര് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്തായിട്ടുണ്ടാവും. അദ്ദേഹത്തിനെതിരെ പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇദ്ദേഹം അത് മാറ്റി, അപ്പൊ ഞാനും മാറ്റണം. അതേപോലത്തെ പ്രശ്നം. വേറെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. മൂപ്പര് മാറ്റിയപ്പോ എല്ലാവരും മാറ്റണം. അല്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ സംഘടന നിൽക്കാൻ പറ്റൂല. ഈ രൂപത്തിലാണ് മൂപ്പരാപ്പ അറിഞ്ഞോടത്തപ്പ നമ്മളുണ്ട്. നമ്മൾ പഠിച്ചത് സെലഫി പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയത് അതാണ്. അതിന് മാറ്റം വരുത്താവുന്ന ഒരു തെളിവും ഈ മൂവർ സംഘം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല.
സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട്, വിഷമമുണ്ട്. 5-6 മാസത്തോളം സഹിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ നേതാക്കന്മാരുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പലരും പറഞ്ഞു നോക്കി ഇത് പരിഹരിക്കണം. ഓൾക്ക് പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ഓൾക്ക് ആധാരം വാങ്ങിയാൽ മതി. ആധാരം ഇങ്ങോട്ട് കൊണ്ടിരിപ്പ ആളൊന്നും ഇവിടെ വേണ്ട. ഈ രൂപത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചു, പുറത്തായിക്കോളൂ, നമ്മൾ അനുഭവിക്കുന്നു. അധികാരങ്ങളയിലാണ്, ശീലങ്ങളയിലാണ്, ജനാധിപത്യ രീതി നിങ്ങളാ വന്നത്, ആയിക്കോട്ടെ. പക്ഷെ ശിർക്ക് ആരോപിച്ചാൽ അത് വിടൂല. അത് വിടൂല എന്ന് മാത്രമല്ല, കേരളം മുഴുവൻ ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി നടന്ന് മുവഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം ആളുകൾ ഉണ്ടാക്കിയതറിയോ? മടവൂരികൾ അബ്ദുൽ ജബ്ബാർ പോലെ വിളിച്ച് ചോദിച്ചു, റഖീബ് അസീദ് ഹാദിറല്ലേ, അവരോട് ചോദിച്ചാൽ ശിർക്കാകോ? അപ്പൊ മൗലിയൊന്നും ചോദിക്കാൻ പാടില്ല, തെറ്റാണത്. അല്ല, ശിർക്കാകോ? ശിർക്കാകോ എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, റഖീബ് അസീദിനെ വിളിക്കാൻ. ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാന്ന് അതിന്റെ അർത്ഥം തന്നെ. ശിർക്കാകാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെലൂരിൽ പറഞ്ഞ അടുത്ത പോയിന്റ് അതാ, ഒന്ന് കാണിച്ചു കൊടുക്കും. സംഗതി കുഴപ്പമൊന്നുമില്ല, തെറ്റ് മനസ്സിലായാൽ തിരുത്തണം, സംശയമൊന്നുമില്ല. പക്ഷെ അന്ന് പറഞ്ഞ തൗഹീദിന്റെ മാനദണ്ഡം ശിർക്കിന്റെ മാനദണ്ഡം ഇപ്പൊ മാറിപ്പോയി. അതാ മാനദണ്ഡം. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാ? അത് ജനങ്ങളോട് പറയണ്ടേ? കുറെ കാലം 2012 വരെ ശിർക്കല്ല 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 എന്ന് എവിടെ ശിർക്ക് എന്ന് ചോദിക്കാം. ഇപ്പൊ പറഞ്ഞു ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണ്, ശിർക്കല്ല എന്ന് പറഞ്ഞവനൊക്കെ പുറത്താക്കും എന്നെടുത്ത് കണ്ടകള്. അപ്പൊ സുഹൃത്തുക്കളെ, ആളുകൾക്ക് മാറ്റി പറയാം, താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പക്ഷെ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആദർശത്തിൽ എന്താ സ്ഥിരതല്ലേ? നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തൗഹീദ് ഏത് ശിർക്കേത് എന്ന് നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞിട്ടില്ലേ എന്ന് എതിരാളികൾ ചോദിക്കുന്ന ദുരന്തം അത് ഈ പ്രസ്ഥാനം മൊത്തത്തിലാണ് ഏറ്റെടുക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ചില ആളുകൾക്കൊന്നും വിഷമം ഉണ്ടാവില്ല, നമുക്കൊക്കെ അത് വലിയ വിഷമുണ്ട്. അപ്പോ അതാണ് ഒരു കാര്യം. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് പ്രചരിപ്പിക്കാണ്. ശിർക്കല്ലാത്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിൽ ആകെ ശിർക്ക് മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, അത് ചിലപ്പോൾ കുഫറായിരിക്കും, ചിലപ്പോൾ ഹറാമായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും, പലതും ആയിരിക്കും. അത് പറയണ്ടേ? ഇപ്പൊ ചില ആളുകൾ ചോദിക്കാൻ, എന്നാ ജബ്ബാർ മൗലി അവിടെ എന്താ ഹറാം എന്ന് പറയാഞ്ഞത്? ഹറാം എന്ന് പറയാൻ പറ്റില്ല, കാരണം മൂപ്പരയിൽ മനുഷ്യൻ എഴുതിപ്പോയി. ഞാൻ മൂപ്പരോട് നിങ്ങൾക്ക് പറ്റിയ തെറ്റതാണ്, മനുഷ്യൻ അവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താ? ഒച്ച കേൾക്കുന്ന ദൂരത്തുള്ള മനുഷ്യനോട് സഹായം ചോദിക്കൽ ഹറാമാകുമോ? മനുഷ്യൻ മലക്ക് ജിന്നിന്ന് ബ്രാക്കറ്റ് കൊടുത്തില്ലേ? മനുഷ്യൻ അതിന്റെ ഇടയിലുള്ളതുകൊണ്ട് ഹറാം എന്ന് ഹുക്കും പറയാൻ പറ്റൂല. പിന്നെ സുഹൃത്തുക്കൾ, ഇപ്പൊ മനുഷ്യനോട് സഹായം ചോദിക്കൽ, മനുഷ്യനോട് സഹായം ചോദിക്കുന്ന ഹുക്കും എന്താ? എസ് ഓർ നോ പറഞ്ഞ മാതിരി ചിർക്ക് അല്ലെങ്കിൽ ചിർക്കല്ല എന്ന് മാത്രം പറയാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ മനുഷ്യനോട് സഹായം ചോദിക്കാണ്, സഹായം ചോദിക്കുന്ന വിഷയം എന്താ നോക്കണം, സഹായം ചോദിക്കുന്ന മനസ്സിൽ എന്താ നോക്കണം. ഒരു ദിവ്യനായ മനുഷ്യനോടാ ചോദിക്കണത്, അയാൾ മുമ്പിലുണ്ട്, പക്ഷെ ചോദിക്കണ എന്താ? എന്റെ രോഗം മാറ്റിത്തരണേ, എന്നെ രക്ഷപ്പെടുത്തണേ. അവ മുമ്പിലുണ്ട്, ഹാദിറാണ്, ജീവനുണ്ട്, ഖാദിറാണ്. പക്ഷെ ഖാദിറല്ല, ചെയ്യാൻ കഴിയൂല, കഴിയാത്ത കാര്യമാണ് ചോദിക്കണത്, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കണത്. അതുകൊണ്ട് ശിർക്കായി. ഇനി ഒരു സാധാരണ കാര്യത്തിന് ചുമടം നിന്റെ തലേക്ക് വെച്ചേരണേ, അത് ജായിസാണ്, വേണമെങ്കിൽ പുണ്യമാണ്. ഞമ്മക്ക് ആ വീടൊന്ന് കൊള്ളയടിക്കുക, ഒന്ന് സഹായിക്കണേ, ഒരു പാര തരണേ, ഒരു ചുറ്റിക തരണേ. അപ്പോഴോ ഹറാമായ ചോദ്യാണ്. അപ്പൊ ശിർക്കിന് കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കാവും, ഹറാമായി ചോദിച്ചാൽ ഹറാമാവും, ജായിദാന്ന് ചോദിച്ചാൽ ജായിദാവും. ഇതാ മനുഷ്യന്മാരോട് സഹായം ചോദിച്ചാൽ ഹുക്കുമ്, പെട്ടെന്ന് ഹുക്കുമ് പറയാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ അബ്ദുൽ ജബ്ബാർ പോലെ ഹറാം എന്ന് പറയാതിരുന്നത് അതിന് മനുഷ്യൻ കൂടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ മൂപ്പര് പറയുന്നത് എനിക്ക് അവിടെ ഹുക്കുമ് പറയുന്നത് എന്റെ പരിപാടിയല്ല, ഹുക്കും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്പലക്കടവിന് എന്തൊക്കെ പ്രാർത്ഥനയാകുക പ്രാർത്ഥന ആവൂല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ ഉദ്ദേശം. അവിടെ ജിന്ന് അഭൗതികല്ല, മലക്ക് അഭൗതികല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണ് എന്റെ ഉദ്ദേശം എന്നാണ് അബ്ദുൽ ജബ്ബാർ പോലെ അതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ സുഹൃത്തുക്കളെ, മലക്കിനോട് ചോദിക്കാനുള്ള പ്രശ്നം തന്നെയല്ല. കാരണം മലക്കിനെ പറ്റി ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു കൽപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കുകയല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയൂല. അല്ലാഹു അവരെ ചില ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൂട്ടാതെ കുറക്കാതെ നിർവഹിക്കുകയല്ലാതെ നമ്മൾ പറയുന്നതിനനുസരിച്ച് മാറ്റാനോ മറിക്കാനോ തിരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അപ്പൊ അതാണ് ഒരു മുസ്ലിമിന് മലക്കിനെ പറ്റിയുള്ള വിശ്വാസം. ആ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാള് മലക്കെ എന്നെ ചെയ്തു തരണേ, മലക്കെ അങ്ങനെ ആക്കണേന്ന് പറഞ്ഞാൽ
അത് മലക്കിനെ കളിയാക്കലാണ്, മലക്കിന് ചെയ്യാൻ കഴിയാത്താണത്. മലക്കിനെ സംബന്ധിച്ചിടത്തോളം മലക്കിനെ പരിഹസിക്കലാണ്, ഇസ്ലാമിന്റെ അഖീദയെ പരിഹസിക്കലാണ്, അത് കുഫറാണ്. അല്ല ഒരാൾ ചോദിക്കുന്നത് എവിടുന്ന് വിളിച്ചാലും മലക്ക് കേൾക്കും, എവിടുന്ന് വിളിച്ചാലും അത് കാണും, സഹായിക്കും എന്ന ഉദ്ദേശത്തിലാണോ, അത് ശിർക്കായി. അപ്പൊ ആ ഉദ്ദേശം അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. നബിയെ ചോദിച്ചിട്ടില്ല, സഹാബത്ത് ചോദിച്ചിട്ടില്ല. അത് പുട്ടിന് തേങ്ങടും പോലെ ഞാൻ പറഞ്ഞെന്തിനാ അറിയോ? ക്ലിപ്പ് മുറിച്ചാവില്ല അടിയാണ്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് അത് ഓർമ്മപ്പെടുത്തുന്നതിനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചർച്ച തന്നെ ഇവിടെ ഉണ്ടായതിനാണ്. ഇത് ഈ മൂവർ സംഘം ഇവിടെ കൊണ്ടുവന്നതാണ്, യാതൊരു സംശയമല്ല. ഇനി കേട്ടോളി, അനീഫ് മുസ്ലിയാര്, മുസ്ലിയാരല്ലേ, അനീഫ മൗലവി പറയാണ് അത് ജായിസാക്കാൻ ശ്രമിക്കുന്നു. ഇനി ഈ തൗഹീദിന്റെ സന്ദേശവും ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നീങ്ങുകയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കണം, ഇത് മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള തെറ്റായ ധാരണ തിരുത്തണം. ജിന്നിനോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്ന് ലോകത്ത് ആര് പറഞ്ഞാലും അള്ളാഹു പറയാത്ത, അള്ളാഹുവിന്റെ റസൂല് പറയാത്ത, വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്ത, തിരുസുന്നത്തിന്റെ പിൻബലമില്ലാത്ത, ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരുടെയും മാതൃകയിലില്ലാത്ത ഒരു കാര്യം അനുവദനീയമാണെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പൊ ആരോപണം അനുവദനീയാക്കുന്നുണ്ട് എന്ന് നിഴൽ യുദ്ധാണല്ലോ. നിഴൽ യുദ്ധം നടക്കണേ. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞേ? ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് ആരാ പറഞ്ഞത്? ഒരു കാര്യത്തിലും ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ജിന്നിനോട് സഹായം ചോദിച്ചിട്ടില്ല. ബദറിലും ഉഹദിലും ഖൈബറിലും ഹന്തക്കിലും ഒരു ജിന്നിനെയും മലക്കിനെയും സഹായം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ്, ഹറാമാണ്, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊരു പ്രശ്നമല്ല. പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ പോയി വസീലയിലെ ശിർക്ക് ചെയ്തോ എന്നാണ് ഇപ്പൊ പറയുന്നത്. അതെന്താ? ഇമാം അഹമ്മദ് ചെയ്തു, ഇമാം നബവി ചെയ്തു എന്നൊക്കെ പറയല്ലേ. അപ്പൊ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ? അപ്പൊ ഇമാം അഹമ്മദ് വസീലയിലെ ശിർക്ക് ചെയ്യോ? ഇമാം അഹമ്മദ് ഹറാമ് ചെയ്യോ? കേട്ടോളി, അനിപ്പോ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കണം. ഇത് അനുവദനീയമാണ് എന്ന് പ്രമാണങ്ങളില്ലാതെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുടെ തെളിവുകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഇത് ശിർക്കാണെന്ന് പറയാനോ, വസീലത്തിനിലെ ശിർക്കാണെന്ന് പറയാനോ, ചെയ്യാമെന്ന് പറയാനോ, ചെയ്യരുതെന്ന് പറയാനോ? എന്തിനാ ജായിസാന്നുള്ള ഫത്വ കൊണ്ടുവന്നത്? ചെയ്യരുതെന്ന് പറയാൻ, ശിർക്കല്ല എന്ന് പറയാൻ. അതിനാണ്. എന്തിനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്ന് പറയുന്നത്? എന്തിനാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക്ക് സനദ് ചോദിച്ചിട്ടേ ഉള്ളൂ ശിർക്കാണ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇമാം അഹമ്മദിന് തൗഹീദ് തിരിഞ്ഞില്ല എന്ന് വരും. അത് തന്നെ കൊണ്ടുവന്നത് ചെയ്യാമെന്ന് പറയാനാണോ, ചെയ്യരുതെന്ന് പറയാനാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന ഒരു ചിന്തയുണ്ടായാൽ, ഇമാം നബവി ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്താൽ എന്തുകൊണ്ട് എന്ന ചിന്തയുണ്ടായാൽ, ഏറ്റവും ചുരുങ്ങിയത് ഈ തൗഹീദ് അംഗീകരിച്ച സമൂഹത്തിൽ ജീവിക്കുകയും ഈ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലാക്കി തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്ത പാവപ്പെട്ട മുജാഹിദുകളെ വസീലത്തിനിലെ ശിർക്കിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അത് പറയുന്നവരല്ലേ വസീലത്തിനിലെ ശിർക്കാം. അഹ്മദ് നമ്പർ വസീലത്തിനിലെ ശിർക്ക് എന്നാണോ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്? യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ഇതാണ് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കല്. ഇമാം അഹമ്മദ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞ എന്തിനാ? ഇമാം അഹമ്മദ് ചെയ്തു നമ്മൾ പറഞ്ഞല്ല, ഇമാം അഹമ്മദ് ചെയ്തില്ലേ, അപ്പൊ മരിച്ചവരെ വിളിക്കാൻ തെളിവല്ലേ എന്ന് അപ്പുറത്തുനിന്ന് പറഞ്ഞതാ. ആര് പറഞ്ഞു? മുസ്ലിയാക്കന്മാര് പറയാണ്, മണ്ണാർക്കാട് പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല, ഒറ്റ വട്ടേ പറഞ്ഞോളൂ. ഇപ്പൊ ഇമാം നബവി ചെയ്തു എന്ന് ഇപ്പൊ അവര് പറയുന്നു. അപ്പൊ ശിർക്കാണെങ്കിൽ ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു എന്ന് വരില്ലേ? അപ്പൊ ഇമാം അഹമ്മദ് ആ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചാണ്. അദ്ദേഹം ലഈഫാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വസീലയിൽ ശിർക്ക് ചെയ്തതായിട്ടോ ഹറാം ചെയ്തിട്ടോ നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റൂല. നമ്മളത് പറഞ്ഞ എന്തിനാണ്? അങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇമാം അഹമ്മദിനെ തഖ്ലീദ് ചെയ്തോളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റിക്കോളൂ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇമാം അഹമ്മദ് ചെയ്ത് ശിർക്കാണെന്ന് നിങ്ങൾ പറയണ്ട, അദ്ദേഹത്തെ പിൻപറ്റും വേണ്ട. അദ്ദേഹത്തിന് ഗവേഷണത്തിന് പറ്റിയ അബദ്ധാണ്. ഹദീസ് സഹീഹാണോ ലഈഫാണോ എന്ന് മനസ്സിലാക്കുന്നതിൽ. പക്ഷെ ലഈഫാണ് എന്ന് മനസ്സിലാക്കാതെ സഹീഹാണെന്ന നിലയ്ക്ക് അമൽ ചെയ്തു. പക്ഷെ അമലിൽ ശിർക്കുണ്ടോ?
സംഗതി എന്താ ഹദീസിലുള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിധിയിൽ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള മലക്കോ ജിന്നോ ഞാൻ ഇങ്ങനെ ഇബാദല്ലാഹ് എന്ന് വിളിച്ചു ഒച്ചി പറഞ്ഞാൽ അത് കേൾക്കുന്നു. ഇത് മലക്കിനെ ഉദ്ദേശിച്ചാണെങ്കിലോ? ഇപ്പൊ പറയുന്ന അതാണ്. ഇത് ശിർക്കാണെന്ന് ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1200 കൊല്ലമായി ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പറയും അൽബാനി പറഞ്ഞിട്ടുണ്ട്. അൽബാനി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ജിന്നും റിജാൽ ഗൈബുമാണെങ്കിൽ ശിർക്കും ബയ്യിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കാണെങ്കിലോ അതിന്റെ മേലത്തെ വരുന്നത് വായിക്കൂല. ഫലാ യുൽഹഖു ബിഹിം. ഈ ബിഹിയം കിട്ടാൻ മടങ്ങണേ, ബിഹിയം കിട്ടാൻ മടങ്ങണേ. ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന റിവായത്തുണ്ട്. അതുകൊണ്ട് നസ്സിൽ അതേ ഉള്ളൂ. അപ്പൊ മലക്കാണെന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല എന്ന് അൽബാനി പറയണത്. പിന്നെ റിജാലുൽ ഗൈബോ മുസ്ലിം ജിന്നോ ആണെങ്കിൽ ശിർക്കും ബയ്യിനാണ്. എന്താ കാരണം? അന്നഹും ലാ യസ്മഊന ദുആ, അവർ വിളി കേൾക്കുന്ന പരിധിയിലില്ല. ഉണ്ട് എന്ന് ഹദീസിൽ നസ്സില്ല. മൂപ്പര കണക്കനുസരിച്ച് അത് അൽബാനിയുടെ കണക്കനുസരിച്ച് മലക്ക് മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. കാരണം മലക്ക് എന്ന റിവായത്താണ് ഇബ്നു അബ്ബാസിന് മൗഖൂഫ് ആണെങ്കിലും ഹസനായ സനദോടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ മലക്കാണ്, മലക്ക് അവിടെ പ്രസന്റ് ആണ്. അപ്പൊ മലക്കാണെങ്കിൽ ശിർക്കാവൂല എന്ന് പറഞ്ഞിട്ടാണ് അൽബാനി റിജാലുൽ ഗൈബ് മുസ്ലിം ജിന്നാണ് ശിർക്കാവൂ എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെ പ്രസന്റ് അല്ല. റിജാലുൽ ഗൈബ് പ്രസന്റ് ആണെന്ന് തെളിവില്ല, ഹാദറാണെന്ന് തെളിവില്ല, മുസ്ലിം ജിന്ന് തെളിവില്ല. അപ്പൊ ശിർക്കും ബയ്യിൻ അൽബാനി പറഞ്ഞിരിക്കുന്നു എന്നത് ശുദ്ധ തട്ടിപ്പാണ്. അതിന്റെ തൊട്ടു മുകളിൽ പറയുന്നത് മലക്കാണെന്ന് ഉദ്ദേശിച്ചാൽ ശിർക്കാവൂല എന്ന ഇബാറത്ത് വായിച്ചാൽ മനസ്സിലാകും. യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അവർ കാരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയം ഇമാം അഹ്മദിന്റെതും ഇമാം നബവിന്റെ ഒക്കെ എതിരാളികൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ പറയും അതൊന്നും നിങ്ങൾക്ക് തെളിവല്ല. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഹാസ് അതിലില്ല. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായ ചോദ്യം അതിലുണ്ടായിട്ടില്ല. തൊട്ടടുത്തുനിന്ന് ഒച്ച കേൾക്കുന്ന പരിധിയിലുള്ളവരോട് ഒച്ചട്ട് വർത്താനം പറയണ പോലെയുള്ളൂ. അതിനാ നമ്മൾ പറഞ്ഞത്. അതൊരു സമ്പ്രദായമാക്കിയാലോ? ജിന്നിനെയും മലക്കിനെയും വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരു സമ്പ്രദായം അത് ഹറാമാണെന്ന് നമ്മൾ പറയാൻ കാരണം, വസീലയുടെ ശിർക്ക് എന്ന് പറയാൻ കാരണം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ. ഇപ്പൊ ചോദിക്കണം എന്താണെന്നറിയോ? ആദ്യം മുസ്ലിം ജിന്നാണെങ്കിൽ കുഴപ്പമില്ല, കാഫിർ ജിന്നാണെങ്കിൽ ആ കുഴപ്പം. അപ്പൊ ആദ്യം ഇന്റർവ്യൂ നടത്തണ്ടേ? കേട്ടോളി, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കേട്ടോ. അത് മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ കുഴപ്പമില്ല, കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ കുഴപ്പമാണ്. ഒരാൾ ഇരുട്ടത്ത് പോവാണ്, അയാളെ കയ്യിൽ വെളിച്ചൊന്നുമില്ല, ഒരൊച്ച കേട്ട്. അപ്പൊ ആദ്യം ചോദിക്കേണ്ടത് എന്താ? ജിന്നെ വെളിച്ചം തരുമോന്നോ ചോദിക്കേണ്ടത്, അല്ലെ ജിന്നെ മുസ്ലിം ആണോ കാഫിറാണോ എന്നോ? ആദ്യം എന്ത് ചോദിക്കേണ്ടി വരും? ജിന്നെ മുസ്ലിം ആണോ? പണ്ട് ഒരു കടങ്കഥ ഉണ്ടായിരുന്നു. ഒരു 2 ഡോറ്, ആ 2 ഡോറിന് 2 കാവൽക്കാര്, ഒരാൾ സത്യം മാത്രമേ പറയൂ, ഒരാൾ കളവേ പറയൂ. ഈ സത്യം പറയുന്നത് ആരാന്ന് കണ്ടെത്തിയിട്ട് വേണം നന്മയിലേക്ക് പോകാൻ എന്നൊക്കെ ഉള്ളൊരു കടങ്കഥ. അതേമാതിരി ആദ്യം ജിന്നിനോട് ചോദിക്കണത്, ജിന്നെ നീ മുസ്ലിം ആണോ കാഫിറാണോ? ജിന്ന് പറയുന്നു ഞാൻ മുസ്ലിമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാഫിറായ ജിന്ന് സത്യം കളവ് പറയില്ലേ ഞാൻ മുസ്ലിമാണ്? പണ്ഡിതന്മാർ പറഞ്ഞത് ജിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? ഇയാളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈ ഞാൻ മുസ്ലിമാണ് എന്നൊരു ജിന്ന് പറഞ്ഞാൽ ഈ ജിന്നിനോട് പിന്നെ ആ ജിന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ മുസ്ലിം ജിന്നിനോട് ചോദിക്കാം? മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല, കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറയണമെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകണ്ടേ? അതാണ് വിശദീകരണങ്ങളിലേക്ക്, അള്ളാന്റെ റസൂല് പറഞ്ഞതിനപ്പുറത്തുള്ള വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോയാലുണ്ടാകുന്ന ഒരു പ്രയാസം. അത് നിങ്ങൾ പ്രയാസം ഉണ്ടാക്കുകയാണ്, വെറുതെ ഉണ്ടാക്കുകയാണ്. ഇതായിരിക്കാം മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് അറിയേണ്ടതായിരിക്കാം. സഹായം ചോദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞോൽക്കല്ലേ. ഞങ്ങൾക്ക് എന്താ അറിയേണ്ട ആവശ്യം? ഏത് ജിന്നു ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ സഹായം ചോദിക്കണം അഭിപ്രായം ഉണ്ടോ? മുസ്ലിം ജിന്നായാലെന്ത്, കാഫിർ ജിന്നായാലെന്ത്? സഹായം ചോദിക്കാമെന്ന് പറയുന്നവരോട് പോയി വയലറിനൊടുക്ക, ഞങ്ങളോട് പറയണ്ട. എന്നിട്ട് ഇന്റർവ്യൂ നടത്തണമല്ലോ. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ്. മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വസീലയിലെ ശിർക്ക് എന്ന് പറഞ്ഞതും പഠിച്ചു വെച്ചോ, തൗഹീദ് ആദ്യക്കെന്ന്. ഇത് മുസ്ലിം ജിന്നാണ് എന്ന് പറഞ്ഞ് കാഫിർ ജിന്ന് വരും, ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ ഇതിന് വീഴും. പിന്നെ ഇവനെ കുഫറിലേക്കും ശിർക്കിലേക്കും കൊണ്ടുപോകും. അങ്ങനെ ശിർക്കിലെത്തും. അതാണ് വസീലയിലെ ശിർക്ക്, ശിർക്കിലേക്കുള്ള മാർഗം. ഇത് സാധനം ജിന്നാണ്. പുറമേയുള്ള ശത്രു വരികയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് മനസ്സിൽ തോന്നിച്ചാണ്. തോന്നിച്ച് അങ്ങനെ കൊണ്ടുപോയി ശിർക്കിലെത്തിക്കും. അതുകൊണ്ടാണ് ആ ബാബ് അടക്കണം.
ജിന്നിനോട് സഹായം ചോദിക്കുക എന്ന കവാടം അടക്കണം. അത് ശിർക്കിലേക്കുള്ള മാർഗമായി തീരും. ആദ്യമൊക്കെ ഭൗതിക സഹായം ചോദിക്കും, പിന്നെ അഭൗതികം ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ശിർക്കിലെത്തും. അത് വസീല ഇല ശിർക്ക്. വസീല ഇല ശിർക്ക് എന്ന നിലയ്ക്ക് ഹറാമാണ്. അപ്പൊ ചോദിക്കാം എന്ന് പറയുന്നവർക്ക് മുസ്ലിമാണോ കാഫറാണെന്നൊക്കെ അറിയണ്ടുള്ളൂ. അത് അറിയാൻ സാധിക്കൂല എന്നുള്ളതുകൊണ്ടന്നെ ചോദിക്കണ്ടെന്നുള്ളൂ. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ തീർന്നില്ലേ? അത് നമ്മക്ക് മനസ്സിലാവൂല മുസ്ലിം കാഫിറാൻ, അതുകൊണ്ടാണ് ചോദിക്കാൻ പാകാൻ പാടില്ല. നമ്മളെ ശിർക്കിലെത്തിക്കുന്ന സാധനം അത് എന്ന് മനസ്സിലാക്കണം. ഇനി കേട്ടോ നിങ്ങൾ ഹാദിറു ഗായിബും. അടുത്ത് കേട്ടോ പണ്ഡിതന്മാര് നൽകിയ ഫത്വയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, ഹാദിറായ ജിന്നിന്റെയും ഗായിബായ ജിന്നിന്റെയും ഹുക്ം ഒരുപോലെയാണ്. ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം, അവരോട് സഹായം തേടൽ അനുവദനീയമല്ല. ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും, ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും അവരോട് സഹായം തേടൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തെളിവ് പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ വൈദസ്തഇൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് രണ്ടും, ഈ ആയത്തും ഈ ഹദീസും മരുഭൂമിക്ക് ബാധകല്ലേ? അതെല്ലായിടത്തും ബാധകമാണ്. അതിന് തന്നെ മനസ്സിലാക്കാം. അത് ഇസ്തിആനത്ത് ഏതാ? ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ മുസ്ലിയാക്കന്മാര് പറയും, നിങ്ങൾ ഭാര്യയോട് കഞ്ഞി ചോദിക്കാറില്ലേ? ഹോട്ടലിൽ പോയിട്ട് ചായ തരുമെന്ന് ചോദിക്കാറില്ലേ? ഈ തെങ്ങുമ കയറി തരുമെന്ന് ചോദിക്കാറില്ലേ? അതൊക്കെ ശിർക്കാണോ? അപ്പൊ നമ്മൾ പറയും അവിടെ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞ ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. ഇബാദത്താകുന്ന ഇസ്തിആനത്ത് ആരോടും പാടില്ല, ഗായിബിനോടും പാടില്ല, ഹാദിറിനോടും പാടില്ല. അത് ഫത്വന്റെ ഒരു കഷ്ണ. ഈ കഷ്ണം മാത്രമേ വായിക്കുള്ളൂ, അതിന്റെ മേലൊന്ന് വായിക്കണം. എന്താ ചോദ്യം എന്നറിയോ? ജമിയത്തുൽ ഉലമയുടെ ഫത്വയിൽ തെറ്റിദ്ധരിപ്പിച്ച ലജ്ന ദായിമയുടെ ഫത്വയാണ്. ഫിൽ ബൽദത്തില്ലത്തി യസ്കുനു ഫീഹാ അശ്ശിർകു മുന്തശിറുൻ ബികുല്ലി മലാഹിരി. ജമിയത്തുൽ ഉലമ തന്നെ കൊടുത്ത അർത്ഥം കേട്ടോളി. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടോ وقد وضع في يدي كتاب عنوان علاج الامور السحريه وكتاب الشرك ومظاهره. സിഹർ ചികിത്സയെക്കുറിച്ചും ശിർക്കിനെ കുറിച്ചുമുള്ള രണ്ട് പുസ്തകങ്ങൾ എനിക്ക് കിട്ടി. വജത്ത് ഫിഹാ ജുംലത്തൻ മിനൽ അഹാദീസ് സഹീഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുബീഹു റുഖാ ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് റുഖിയ അനുവദിക്കുന്ന കുറെ ഹദീസുകൾ ഞാൻ അതിൽ കണ്ടു. ഫഷ്തഗൽതു ബിർ റുഖാ, അപ്പൊ ഞാൻ റുഖിയയിൽ ഏർപ്പെട്ടു. വലി കസ്റത്തി ഇഖ്റാജി സിഹ്രി വലി കസ്റത്തിൽ മർള, രോഗികൾ വർദ്ധിച്ചു. ഖുസൂസൻ അല്ലദീന ബിഹിം സിഹ്റുൻ ഔ സർഉൻ, സിഹ്റോ അല്ലെങ്കിൽ പിന്നെ അപസ്മാരമോ ഉള്ള. അങ്ങനെ അസ്ബഅതു അർഖി ലൈലം വനഹാറ, ഞാൻ രാത്രിയും പകലൊക്കെ മന്ത്രിക്കാൻ തുടങ്ങി. ഇത് നബിക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് പല വാദം. റസൂലിന് മാത്രമേ ഇങ്ങനത്തെ റുഖിയുള്ളൂ. സർഇനുള്ള റുഖിയ, ജിന്നിനിറക്കണ റുഖിയൊക്കെ റസൂലിന് മാത്രം ഖാസാണ്. അത് പറഞ്ഞോ ലജ്നന്റെ മറുപടിയില്? അപ്പൊ ലജ്നന്റെ മറുപടിയിൽ വേണ്ടേ മാത്രം എടുക്കുക. എന്നിട്ട് ചോദ്യം എന്താ? ഫഹൽ യജൂസുലി അൻ അസ്തഈന ബിജിന്നിയിൻ, എനിക്കൊരു ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ലി അജ്ലി ഇഖ്റാജ് സിഹ്രി, സിഹർ ചെയ്തിട്ട് എവിടെയോ കൊണ്ടുപോയൊക്കെ കുഴിച്ചിട്ടുണ്ടാവും, അത് പുറത്തെടുക്കാൻ വേണ്ടി. സിഹർ പുറത്തെടുക്കാൻ ജിന്നിന്റെ സഹായം തേടാൻ പറ്റുമോ? ഔ അംരിഹി അൻ യബ്ഹസ അനി സമാഇ ബിൽ മഖ്ഫിയ, അല്ലെങ്കിൽ എനിക്കൊരു ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? എവിടെയോ ഏലസുകൾ മറച്ചു വെച്ചിട്ടുണ്ട്, ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്ത് ഏലസുകൾ എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് എവിടെയാണ്?